ഇത്രയും നേരം നമ്മൾ പഠിച്ചത് ഒരു വീഡിയോ മൗസ് ഉപയോഗിച്ച് എങ്ങനെ ബ്രൗസറിൽ നിന്ന് ഡ്രാഗ് ചെയ്ത് നമ്മൾ ടൈം ലൈനിലോട്ട് കൊണ്ടുപോയിടാമെന്നുള്ളത് പഠിച്ചു. പക്ഷേ ഏറ്റവും എഫക്റ്റീവായ മെത്തേഡ് എന്ന് പറയുന്നത് കീബോർഡ് ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ഈ മൂവ്മെൻറ്റ്സ് നടത്തുന്നതാണ്. നമ്മൾ ഈ വീഡിയോയിൽ വ്യത്യസ്ത തരം കീബോർഡ് ഷോർട്ട് കട്ടുകൾ നിങ്ങൾക്ക് മീഡിയ ഇൻസേർട്ട് ചെയ്യാനുള്ളത് കാണാൻ പോവാണ്. നമുക്ക് ആദ്യത്തെ കീബോർഡ് ഷോർട്ട് കട്ടിലേക്ക് പോകാം. അതിലാദ്യത്തെ കീ എന്ന് പറയുന്നത് ഇ ആണ്. ഇ എന്ന് പറയുന്ന കീബോർഡ് ഷോർട്ട് കട്ട് ഉപയോഗിച്ച് നമുക്ക് ബ്രൗസറിൽ ഒരു ക്ലിപ്പ് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ബ്രൗസറിൽ ഒരു ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. ഇപ്പം എനിക്ക് ആ ക്ലിപ്പിനെ നമ്മളുടെ ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യണം. ഇ എന്ന് പറയുന്ന കീയുടെ ഉപയോഗം ഇതാണ്. ടൈം ലൈനിൻ്റെ എൻഡിലായിരിക്കും ആ ക്ലിപ്പ് വരാൻ പോകണം. ഞാനിപ്പോൾ ഇച്ചിരി ചെറുതാക്കിയിട്ടുണ്ട് ഇതിൻ്റെ എൻഡ് കാണാൻ. ഇപ്പം ഞാൻ ആ ഇതിൽ ക്ലിപ്പിൽ സെലക്ട് ചെയ്യുന്നു. ശ്രദ്ധിക്കേണ്ട സംഗതി, ആ ക്ലിപ്പിൽ എൻഡിൽ ടൈം ലൈനിൻ്റെ എൻഡിൽ വരും. നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ പ്രസ് ചെയ്യാൻ പോവാണ് ഈ കണ്ടോ. അപ്പം നമ്മുടെ ഒരു ക്ലിപ്പ് ഇവിടെ വന്നേക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു മീഡിയയുടെ പോർഷൻ സെലക്ട് ചെയ്തിട്ടും ഇതുപോലെ ഈ പ്രസ് ചെയ്യുമ്പോൾ കണ്ടോ, അത് ടൈം ലൈനിൻ്റെ എൻഡിലേക്ക് ആഡ് ആകും. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഈ പരിപാടി തന്നെ നമുക്കിത് ഈ കാണുന്ന ബട്ടൺ ഉപയോഗിച്ചും ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ടൈം ലൈനിന് മുകളിലുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താലും ഈ എഫക്റ്റ് തന്നെയാണ് സംഭവിക്കാൻ പോണത്. നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. ഇപ്പോൾ ബ്രൗസറിൽ നിന്ന് നമുക്കൊരു വീഡിയോ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഒരു വീഡിയോ സെലക്ട് ആയി. ഇനി ഇത് ഈ ബട്ടണിൽ പ്രസ് ചെയ്യാൻ പോവാണ്. കണ്ടോ, വീഡിയോ ഇപ്പോൾ എവിടെ വന്നു? ടൈം ലൈനിൻ്റെ എൻഡിൽ വന്നിട്ടുണ്ട്. നമുക്കിനി അടുത്ത കീയിലേക്ക് പോകാം. അടുത്ത കീ W ആണ്. W ആസ് ഇൻ വിൻഡോ. നമ്മളിപ്പോൾ കണ്ട ഇ എന്ന് പറയുന്ന കീ ഒരു ടൈം ലൈനിൻ്റെ എൻഡിൽ വീഡിയോ ക്ലിപ്പിനെ പ്ലേസ് ചെയ്തു. എന്നാൽ W എന്ന് പറയുന്ന കീ ടൈം ലൈനിനുള്ളിൽ ഒരു ക്ലിപ്പ് ഇൻസേർട്ട് ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. അപ്പം പതിവ് പോലെ നമ്മുടെ ആദ്യത്തെ പരിപാടി ബ്രൗസറിൽ പോയി ഒരു ക്ലിപ്പ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇതിപ്പോൾ ഈ വീഡിയോ ക്ലിപ്പ് ഞാൻ സെലക്ട് ചെയ്തു. അടുത്തത് ഇത് എവിടെ ഇൻസേർട്ട് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കണം. അത് എൻ്റെ പ്ലേ ഹെഡ് എവിടെയാണോ ഇരിക്കുന്നത് അവിടെയായിരിക്കും ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്ലേ ഹെഡ് ഞാനൊരു പൊസിഷനിൽ വയ്ക്കുന്നു. അപ്പം നമുക്ക് ഇപ്പോൾ എക്സ്പാൻഡ് ചെയ്തു ഞാൻ എൻ്റെ ട്രാക്ക് പാഡിൽ. ഇനി ഞാൻ തീരുമാനിക്കുകയാണത് ഇപ്പോൾ ഒരു താഴെ ഒരു ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ സെലക്ട് ചെയ്തേക്കുന്ന ക്ലിപ്പിന് തൊട്ട് മുമ്പിൽ വരാനാണ് ഞാനിപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ ഞാൻ എൻ്റെ പ്ലേ ഹെഡ് വെച്ചു. ഇനി ഒന്നും ചെയ്യേണ്ടതില്ല. ഇനി W പ്രസ് ചെയ്താൽ മതി. ഞാൻ ക്ലിപ്പ് സെലക്ട് ചെയ്യണമെന്ന് ഉറപ്പ് വരുത്തി W പ്രസ് ചെയ്തു. ഇപ്പോൾ ആ ക്ലിപ്പ് ഇപ്പോൾ ഇൻസേർട്ടായി. എവിടെ ഇൻസേർട്ടായി? ടൈം ലൈനിനുള്ളിൽ നമ്മൾ പ്ലേ ഹെഡ് വെച്ചെടുത്ത് നിന്നത് ഇൻസേർട്ടായി. ഇതേ ആക്ഷൻ നമുക്കൊരു പോർഷൻ ഒരു വീഡിയോയുടെ സെലക്ട് ചെയ്യണമെങ്കിലും ചെയ്യാം. ഒരു പോർഷൻ സെലക്ട് ചെയ്യുക, പ്ലേ ഹെഡ് പൊസിഷനിൽ കറക്റ്റായിട്ട് വയ്ക്കുക, എന്നിട്ട് W പ്രസ് ചെയ്ത് കഴിഞ്ഞാലും എന്ത് സംഭവിക്കും? ആ സെലക്ട് ചെയ്ത പോർഷൻ കണ്ടോ ഇപ്പം വന്നിട്ടുണ്ട്. ഇനി ഇത് തന്നെ നമുക്ക് ഈ ബട്ടൺ ഉപയോഗിച്ചും ചെയ്യാം. നിങ്ങളുടെ ടൈം ലൈന് തൊട്ട് മുമ്പിൽ ഇപ്പോൾ സെലക്ട് ആയിരിക്കുന്ന ഈ ബട്ടണിൽ പ്രസ് ചെയ്താലും ഇതേ ആക്ഷൻ തന്നെയായിരിക്കും നടക്കുന്നത്. ഇനി അടുത്ത കീബോർഡ് ഷോർട്ട് കട്ട് Q ആണ്. Q എന്ന കീബോർഡ് ഷോർട്ട് കട്ട് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്രൗസറിലെ ഒരു ക്ലിപ്പിനെ പ്രൈമറി ടൈം ലൈനിലെ കണക്റ്റഡ് ക്ലിപ്പായിട്ട് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. കണക്റ്റഡ് ക്ലിപ്പ് എന്താ നമ്മൾ കണ്ടതാണ്. ബ്രൗസറിൽ നിന്ന് വേണമെങ്കിൽ എനിക്ക് മൗസ് ഉപയോഗിച്ചൊരു ഇതുപോലൊരു ക്ലിപ്പ് ഇൻസേർട്ട് ചെയ്യാം. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇപ്പോൾ ഞാൻ Q എന്ന് പറയുന്ന കീ ജസ്റ്റ് പ്രസ് ചെയ്താൽ ഇത് കണക്റ്റഡ് ക്ലിപ്പായിട്ട് വരുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. അപ്പോൾ ആദ്യം നമ്മുടെ കേഴ്സർ അല്ലെങ്കിൽ പ്ലേ ഹെഡ് ഉറപ്പിക്കുക, എവിടെയാണ് വേണ്ടതെന്ന് തീരുമാനിക്കുക. അത് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ചെയ്തിരിക്കുന്ന ക്ലിപ്പ് Q എന്ന് പറയുന്ന കീ പ്രസ് ചെയ്യുമ്പോൾ അത് നേരെ കണക്റ്റഡ് ക്ലിപ്പായിട്ട് ഇപ്പം വന്നതുപോലെ വരും. അപ്പം നമ്മൾ ഇത്ര ചെയ്യേണ്ടതുള്ളൂ. ക്ലിപ്പ് സെലക്ട് ചെയ്യുക, പ്ലേ ഹെഡ് എവിടെയാണെന്ന് ഉറപ്പിക്കുക, Q പ്രസ് ചെയ്യുക. ഇപ്പം ഞാനത് കമാൻഡ് Z അടിച്ച് കളഞ്ഞു. ഇനി ഇത് തന്നെ നമുക്ക് ഈ ബട്ടൺ ഉപയോഗിച്ചും ചെയ്യാം. ക്ലിപ്പ് സെലക്ട് ചെയ്യുന്നു, ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ബട്ടണിൽ പ്രസ് ചെയ്താലും എന്ത് സംഭവിക്കും? ഇതുപോലെ കണക്റ്റഡ് ക്ലിപ്പായിട്ട് വരും. അപ്പം നമ്മൾ ഒരു കീബോർഡ് ഷോർട്ട് കട്ട് പഠിച്ചു. Q കണക്റ്റഡ് ക്ലിപ്പായിട്ട് ആഡ് ചെയ്യാൻ സഹായിക്കും. ഞാൻ കമാൻഡ് Z അടിച്ച് ഇപ്പോൾ ഇൻസേർട്ട് ചെയ്ത് ഈ ക്ലിപ്പ് മാറ്റുവാണ്. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓപ്ഷൻ W ആണ്. ഓപ്ഷൻ W എന്ന് പറയുന്ന കീബോർഡ് ഷോർട്ട് കട്ട് നമുക്കൊരു ഗ്യാപ്പ്, ഒരു ബ്ലാങ്ക് ഗ്യാപ്പ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു കീബോർഡ് ഷോർട്ട് കട്ടാണ്. അപ്പോൾ എന്തിനാണ് ഒരു ബ്ലാങ്ക് ക്ലിപ്പ് ഇൻസേർട്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കൊരു ചോദ്യം കാണും. ബ്ലാങ്ക് ക്ലിപ്പ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന പല ആവശ്യങ്ങൾക്കായി. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ക്ലയൻറ്റ് പറയുകയാണ്, നാളെ ഞാനൊരു 10 സെക്കൻഡിൻ്റെ ഒരു വീഡിയോ അയക്കുന്നുണ്ട്, എഡിറ്റിംഗ് ചെയ്യുമ്പോൾ അവിടെ അതിനൊരു സ്പേസ് ഇട്ടേക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കേഴ്സർ എഡിറ്റിംഗ് മുമ്പോട്ട് പോകും. പക്ഷേ എവിടെയാണോ നിങ്ങൾക്ക് ബ്ലാങ്ക് ആയിട്ട് ആ 10 സെക്കൻഡിൻ്റെ ക്ലിപ്പ് വരുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് കേഴ്സർ അവിടെ വെച്ചതിന് ശേഷം
ഈ ഓപ്ഷൻ W നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ പ്രസ് ചെയ്തു, കണ്ടോ ഒരു ബ്ലാങ്ക് ക്ലിപ്പ് ഉണ്ടായി. അതിനെ നമുക്കിനി അഡ്ജസ്റ്റ് ചെയ്യാം. ടൈം എത്ര വേണമെന്ന് വെച്ചാൽ നമുക്ക് തീരുമാനിക്കാം. ആ ടൈമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ വരുന്ന ക്ലിപ്പ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അതിനെ ടെക്നിക്കലി അവർ വിളിക്കുന്ന സ്ലഗ് എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഇപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ കണ്ടോ അവിടെ ബ്ലാങ്ക് ആയിരിക്കും. ഈ സ്ലഗ് ഓർ ബ്ലാങ്ക് ക്ലിപ്പായിട്ടുള്ള ഇൻസേർഷൻ അല്ലാതെ ഒരു മെത്തേഡിലൂടെ ചിലത് ചെയ്യാനുണ്ട്. ചിലരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വേറൊരു ഷോർട്ട് കട്ട് കീ ഉപയോഗിച്ചിട്ട് അവിടെ പ്ലേസ് ഹോൾഡർ ക്ലിപ്പ് എന്ന് പറഞ്ഞ പേരിൽ ഇൻസേർട്ട് ചെയ്യും. അത് സെയിം പർപ്പസാണ്. അതിൻ്റെ പർപ്പസ് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, നമ്മളുടെ കീബോർഡ് ഷോർട്ട് കട്ടായ കമാൻഡ് ഓപ്ഷൻ W പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇതുപോലൊരു പ്ലേസ് ഹോൾഡർ ക്ലിപ്പ് നിങ്ങളുടെ കേഴ്സർ അല്ലെങ്കിൽ പ്ലേ ഹെഡ് ഇരിക്കുന്നിടത്ത് ഇൻസേർട്ട് ആവും. അപ്പോൾ ഇതൊരു ഡമ്മി പീസാണ്, ബ്ലാങ്ക് പോലെ തന്നെ. അപ്പോൾ ഇത് കാണുന്ന വ്യൂവേഴ്സിന് അല്ലെങ്കിൽ റിവ്യൂ ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാവും, ഓ ഇവിടെ എന്തോ ഒരു പീസ് മിസ്സിംഗ് ആണ്, പക്ഷേ വരാനുള്ളതാണെന്ന് അവർക്ക് ഒരു ഐഡിയ കിട്ടാൻ ഈ കമാൻഡ് ഓപ്ഷൻ W എന്ന് പറയുന്ന കീബോർഡ് ഷോർട്ട് കട്ട് ഉപയോഗിച്ച് പ്ലേസ് ഹോൾഡർ ക്ലിപ്പ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ സഹായിക്കും. അപ്പോൾ ബ്ലാങ്ക് ഓർ പ്ലേസ് ഹോൾഡർ നിങ്ങൾക്ക് തീരുമാനിക്കാം എങ്ങനെ ഇടണം, എപ്പോൾ ഇടണം എന്നൊക്കെയുള്ളത് നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ നമ്മൾ ഈ പഠിച്ച ചില കീകളൊക്കെ നിങ്ങളും ട്രൈ ചെയ്യുക.